എന്താ മുത്തശ്ശി ആലോചിച്ചിരിക്കുന്നത്? ആ ദേവിക അക്ഷരയുടെ വീട്ടിലാ പോയിരിക്കുന്നത്. അവിടെ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ വഴക്ക് തീരുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല മോനെ. തീരുന്നില്ലെങ്കിൽ തീരണ്ട. നീ എന്താടാ ഇങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം മുത്തശ്ശി? തലയ്ക്ക് തീ പിടിച്ചടക്കോ ഞാൻ. അപ്പോഴാ വഴക്കും. മോനെ നിനക്കിത് എന്തു പറ്റി? എന്ത് പറ്റാൻ? അമ്മ ആശുപത്രിയിൽ നിന്ന് ഉടനെ ഡിസ്ചാർജ് ചെയ്യും. യോ, എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. കൊണ്ടുപോകാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. നീ വിഷമിക്കണ്ട, പ്രഭാവതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നിന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാനും എൻ്റെ മോളും സമ്മതിക്കത്തില്ല. കുറച്ചു ദിവസത്തേക്ക് മതി. ഒരു വീട് ശരിയാക്കി ഞാൻ മാറ്റിക്കോളാം. പറ്റത്തില്ല. എന്ത് കണ്ണിച്ചോര ഇല്ലാതാ മോനെ നീ സംസാരിക്കുന്നേ? ഇവിടുന്ന് പോയപ്പോഴല്ലേ പ്രഭാവതിക്ക് അപകടം സംഭവിച്ചത്? അപ്പോ ഇവിടെ തന്നെയല്ലേ അവളെ കൊണ്ടുവരേണ്ടത്? അല്ല, ഇവിടെ കൊണ്ടുവന്ന് ആര് നോക്കും? അമ്മ നോക്കൂ. ഞാൻ ദേവിയും പ്രിയം ജോലിക്ക് പോകുന്നവരാ. പാർവതിയാണെങ്കിൽ ഇവിടെ ഇല്ലതാൻ. പിന്നെന്ത് ചെയ്യും? അച്ഛാ, നമുക്കൊരു ഹോം നേഴ്സിനെ വെച്ചാലും. നീ എവിടെ വാടകക്കാരൻ? പിന്നെയല്ലേ ഹോം നേഴ്സ്. നടക്കത്തില്ല ശരത്തെ. നീ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കുന്ന നല്ലത്. വേറെ ഒരു വഴിയില്ല അച്ഛാ. ഇല്ലെങ്കിലേ നിന്റെ അമ്മ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കും. അതിനിപ്പോ അച്ഛൻ്റെ ഉപദേശം എനിക്ക് എന്തോ എന്നോട് മോൻ കർപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ ശരത്തെ. ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോ ഓർക്കണമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു? നീ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാം. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിന്റെ ആഗ്രഹം നടക്കില്ല. ഈ വീടൊരു ശത്രുവല്ല. ഈ വീട്ടിൽ നിന്ന് നിന്നെ തന്നെ ഇറക്കി വിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. നേരവാ ഭാവതി അമ്മ. നീ വേറെ വഴി എന്നാന്നാ നോക്ക്. ഈ വീട് അവരുടെ ആയിപ്പോയില്ലേ മോനെ? അവര് പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? നീ വേറെ വഴി നോക്കുന്നതായിരിക്കും മോനെ നല്ലത്. എന്താച്ചാ? മോളുടനെ തിരിച്ചെത്തത്തില്ലേ? അങ്ങനെയാ വിചാരിക്കുന്നേ. എന്തേ? ഇല്ല, ഒന്നുമില്ല. ഒരാളിവിടെ വാലി തീ പിടിച്ചോല്ല നടപ്പുണ്ട്. ശരത്തല്ലേ? എന്താണാവോ പുതിയ പ്രശ്നം? അമ്മ, പ്രഭാവതി അമ്മ. അവരെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. വേണ്ടെന്ന് ഞാൻ തീർത്ത് പറഞ്ഞു. മോളോട് ചോദിക്കാതെ ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞു. അതിനാ ഞാൻ വിളിച്ചത്. ആധാരത്തിൽ മാത്രല്ല അച്ഛ ആ വീട് എന്റെ പേരിലുള്ളൂ. ശരിക്കും അത് അച്ഛന്റെ വീട് തന്നെയല്ലേ? അച്ഛൻ പറഞ്ഞ തീരുമാനമാണ് ശരി. പ്രഭാവതി അമ്മയെ പരിചരിക്കാനുള്ള ത്രാണി നമ്മുടെ വീടിനില്ല. പക്ഷെ അതിലൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അവരൊരു സാക്ഷിയാ, ദൃക്സാക്ഷി. ശരത്തിനെ കുറിച്ച് പലതും അവർക്കറിയാം, പല രഹസ്യങ്ങളും അറിയാം. ശരത്തിന്റെ കൈ കിട്ടിയാ അവനാ പാവത്തിനെ കൊല്ലും. എന്നിട്ട് ആ തെളിവുകൾ മുഴുവൻ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും. പ്രഭാവതിയമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ കരുതുന്നില്ല മോളെ. അവരെ കിടന്ന കടപ്പി പ്രാണം വെടിയാനാ സാധ്യത. എനിക്കൊന്നും അറിയില്ല അച്ഛാ. ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം മകനെതിരെ സാക്ഷി പറയാൻ അവരെഴുന്നേറ്റ് വരും. അങ്ങനൊരു നിമിഷം ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാണോ മോള് പറയുന്നത്? അത് വേണ്ട, അത് വേണ്ട. നമുക്ക് പ്രഭാവതി അമ്മയെ നോക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരവസാന തീരുമാനം വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. മോള് നേരെ ഇങ്ങോട്ടാണോ വരുന്നത് അതോ? എനിക്ക് മാലിന്യ ചേച്ചി ഒന്ന് കാണണം. മോളെ ഉപദേശിക്കേണ്ട കാര്യം അച്ഛനില്ല. എന്നാലും പറയുക, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്.
ഇല്ല അച്ഛ, ഞാനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ പേടി അച്ഛന് വേണ്ട. ആ എന്നാ ശരി, സൂക്ഷിച്ചു പോയിട്ട് വാ. ശരി അച്ഛ. ശരി. സാർ എൻ്റെ അമ്മയെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു. അമ്മയെ മാത്രമല്ല, ദേവിയെയും കാണാൻ പോയിരുന്നു. എന്തിന്? അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ. എന്താ അങ്ങനെ ചെയ്യണ്ടേ? നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതിലേക്ക് മറ്റുള്ളവരെ മുഴുവൻ വലിച്ചഴക്കുന്നത് എന്തിനാ? ദേവികയോട് പറഞ്ഞതിൽ എനിക്ക് പ്രശ്നമില്ല. അതുപോലെയല്ല എൻ്റെ അമ്മ. അമ്മയോട് ഒരിക്കലും സാറി എന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അമ്മ ഇതിലേക്ക് വലിച്ചഴയ്ക്കാൻ പാടില്ല. നിരഞ്ജൻ ഒരു തെറ്റുപറ്റിയാൽ അത് തിരുത്തണമെന്ന് പറയാൻ നിരഞ്ജന് അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത്? അതെന്നോട് പറഞ്ഞാൽ പോരെ? പറഞ്ഞല്ലോ, പലവട്ടം പറഞ്ഞല്ലോ. എന്നിട്ട് കേട്ടോ? വേറൊരു വഴിയും കാണാഞ്ഞിട്ടാ ഞാൻ അമ്മയെ കാണാൻ പോയത്. അമ്മ വിഷമിക്കും. അപ്പൊ ഞാൻ വിഷമിക്കുന്നതോ? അത് നിരഞ്ജനൊരു പ്രശ്നമല്ലേ? എന്റെ മകളുടെ ജീവിതം വെച്ചാ നിരഞ്ജൻ കളിക്കുന്നത്. എന്റെ മകളുടെ കണ്ണൊന്ന് കലങ്ങിയാൽ അത് തുടയ്ക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. സാർ ഒരു ഡോക്ടറല്ലേ? എൻ്റെ പ്രൊഫസറായിരുന്നില്ലേ? ഒരു സാധാരണ കുടുംബ വഴക്കിൻ്റെ നിലവാരത്തിലേക്ക് എൻ്റെ പ്രശ്നങ്ങൾ തരം താഴ്ത്തണോ? അത് ചെയ്യുന്നത് ഞാനല്ല, നിരഞ്ജന. അമ്മ ഇടപെട്ട ഞാൻ മാറുമെന്നാണോ സാറ് വിചാരിച്ചിരിക്കുന്നത്? അമ്മ 2 ചാട്ടം ചാടിയ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന ആളല്ല ഞാൻ. അതിനെ വേറെ ആളെ നോക്കിയാൽ മതി. അപ്പോഴും ചെയ്തത് തെറ്റാണെന്നും അതിൽ നിന്ന് മാറണമെന്നും നിരഞ്ജനില്ല അല്ലേ? തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. തെറ്റ് പറ്റുമ്പോഴല്ല, അത് തിരുത്തുമ്പോഴാണ് ഒരാൾ നല്ല മനുഷ്യനാവുന്നത്. നിരഞ്ജനിൽ നിന്ന് അങ്ങനെ ഒരു നല്ല മനുഷ്യനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എങ്ങനെയാവണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? അതെന്റെ ചോയ്സല്ലേ? അതെനിക്ക് വിടുന്നതല്ലേ നല്ലത്? നിരഞ്ജൻ നന്നാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് നിരഞ്ജൻ തയ്യാറായില്ലെങ്കിൽ പല ഭവിഷ്യത്തുകളും ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരും. ഭീഷണിയാണോ? ഞാൻ ആരെയും ഭീഷണിപ്പെടുത്താറൊന്നുമില്ല. പക്ഷേ കടുത്ത തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യം നിരഞ്ജനായിട്ടുണ്ടാക്കരുത്.